അമൃത് വേണി പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE in association with Joya Lucas. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 1 ഞായറാഴ്ച. കനത്ത മഴയ്ക്ക് സാഹചര്യമില്ലെങ്കിൽ സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തന്നെ തുറക്കും എന്നതാണ് നിലവിലുള്ള തീരുമാനമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. എന്നാൽ ഇന്നത്തെയടക്കം കാലാവസ്ഥാ സാഹചര്യം വിലയിരുത്തിയതിനു ശേഷം മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ മാറ്റം വരുത്തണോ എന്ന് തീരുമാനിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ യെല്ലോ അലർട്ടാണ് ഉള്ളതെങ്കിൽ സ്കൂൾ തുറക്കൽ നീട്ടാൻ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ. സ്കൂൾ അക്കാദമിക് കലണ്ടർ സംബന്ധിച്ച സർക്കാർ ഉത്തരവിൽ മന്ത്രി വി ശിവൻകുട്ടി ഒപ്പുവെച്ചു. LP വിഭാഗത്തിൽ 198 അധ്യയന ദിവസങ്ങളും 800 പഠന മണിക്കൂറുകളും, UP വിഭാഗത്തിൽ 198 അധ്യയന ദിവസങ്ങൾക്കൊപ്പം തുടർച്ചയായ 5ാമത്തെ വർക്കിംഗ് ഡേ അല്ലാത്ത 2 ശനിയാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തി 200 അധ്യയന ദിവസങ്ങളും 1000 പഠന മണിക്കൂറുകളും ഉണ്ടാവും. ഹൈസ്കൂൾ വിഭാഗത്തിൽ KER പ്രകാരം 1100 പഠന മണിക്കൂർ വേണം. 198 അധ്യയന ദിവസങ്ങളും തുടർച്ചയായ 5ാമത്തെ വർക്കിംഗ് ഡേ അല്ലാത്ത 7 ശനിയാഴ്ചകളും കൂട്ടിച്ചേർത്ത് 205 അധ്യയന ദിവസങ്ങൾ ലഭിക്കും. ഇതുകൂടാതെ വെള്ളിയാഴ്ച ഒഴികെയുള്ള സാധ്യമായ ദിവസങ്ങളിൽ അരമണിക്കൂർ കൂടി കൂട്ടിച്ചേർത്തു. ലഹരിക്കെതിരായ അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നെയിം സ്ലിപ്പ് പുറത്തിറക്കുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ലഹരിയുടെ ദൂഷ്യവശങ്ങളെപ്പറ്റി കുട്ടിക്കാലം മുതലേ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നെയിം സ്ലിപ്പ് തിരഞ്ഞെടുത്തത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് നെയിം സ്ലിപ്പ് വിതരണം ചെയ്യുന്നത്. കൊല്ലങ്കോട് വെള്ളച്ചാട്ടത്തിൽ അപകടത്തിൽപ്പെട്ട വിനോദസഞ്ചാരി മരിച്ചു. മുതലമട നണ്ടൻകീഴായ സ്വദേശി സജീഷാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. കൊല്ലങ്കോട് വെള്ളരിമേട് വെള്ളച്ചാട്ടത്തിൽ നിന്ന് കാൽവഴുതി മലയിടുക്കിലേക്ക് വീഴുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. വിഴിഞ്ഞത്ത് കാണാതായ 2ാമത്തെ വള്ളവും കണ്ടെത്തി. 9 മത്സ്യത്തൊഴിലാളികളിൽ 8 പേരും സുരക്ഷിതരെന്ന് വിവരം. തമിഴ്നാട് കുളച്ചലിന് സമീപത്ത് നിന്നാണ് 2ാമത്തെ വള്ളം കണ്ടെത്തിയത്. ഇവർ പോയ ബോട്ട് ശക്തമായ തിരയിൽ തകർന്നിരുന്നു. മത്സ്യത്തൊഴിലാളികളാണ് ഇവരെ കണ്ടെത്തിയത്. ആദ്യ അപകടത്തിൽ കാണാതായ സ്റ്റെല്ലസിനെയാണ് ഇനി കണ്ടെത്താനുള്ളത്. മെയ് 29 രാത്രി മത്സ്യബന്ധനത്തിന് പോയവരെയാണ് കാണാതായത്. 3 വള്ളങ്ങളിലായാണ് 9 പേർ പോയത്. ഇവർ തിരിച്ചെത്താതിരുന്നതോടെ വെള്ളിയാഴ്ച തന്നെ തെരച്ചിൽ തുടങ്ങിയിരുന്നു. തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചെന്ന കേസിൽ ബാർ കൌൺസിൽ അച്ചടക്ക സമിതി അന്വേഷണം തുടങ്ങി. 1 മാസത്തിനകം കേസിൽ അന്തിമ തീരുമാനമുണ്ടാകും. കൊച്ചിയിൽ ചേർന്ന സിറ്റിംഗിൽ ഹാജരായി പരാതിക്കാരിയും പ്രതിയും കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അന്വേഷണം നേരിടുന്ന കോഴിക്കോട് കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ദിലീപിന് മേയർ ബീന ഫിലിപ്പിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ്. സാധാരണക്കാരോട് കരുണയോടെ ഇടപെട്ടിരുന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് ദിലീപ് എന്ന് ബീന ഫിലിപ്പ് പറഞ്ഞു. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ 56 ലക്ഷത്തിലധികം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദനം ബോധ്യപ്പെട്ടതോടെയായിരുന്നു സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ദിലീപിനെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSU-MSF സഖ്യത്തിന് ജയം. തുടർച്ചയായി 2ാം തവണയാണ് UDSF യൂണിയൻ പിടിക്കുന്നത്. ആകെ 17 സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 12 സീറ്റിലും സഖ്യ സ്ഥാനാർത്ഥികൾ വിജയിച്ചു. 2 സീറ്റുകളിൽ നേരത്തെ എതിരില്ലാതെ UDSF സ്ഥാനാർത്ഥികൾ ജയിച്ചിരുന്നു. SFI ഒരു ജനറൽ സീറ്റടക്കം 5 സീറ്റുകളിൽ ജയിച്ചു. 2025-26 അധ്യയന വർഷം സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. സർക്കാരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തുന്നതുവരെ തുടർന്നുള്ള അക്കാദമിക വർഷങ്ങളിലും ഈ ഉത്തരവിലെ നിർദ്ദേശങ്ങൾ തന്നെ ബാധകമാകുന്നതാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ വകുപ്പിന്റെ മുൻകൂർ അനുമതിയില്ലാതെ കുഴിക്കരുതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മികച്ച രീതിയിൽ പണി പൂർത്തിയാക്കിയ റോഡുകളാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കുഴിക്കുന്നത്. ഏത് വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് കുഴിക്കൽ നടപടിയെന്ന് ജില്ലാ കളക്ടർ പരിശോധിക്കണം.
ജില്ലാ കളക്ടറുടെ മുൻകൂർ അനുമതിയോ വകുപ്പുകൾ തമ്മിലുള്ള ധാരണയോ ഇല്ലാതെ റോഡുകൾ കുഴിക്കാൻ പാടില്ലെന്നും കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ മന്ത്രി പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രവർത്തകരുടെ സമ്മർദ്ദമുണ്ടെന്ന് PV അൻവർ. പണവുമായി ചിലർ എത്തുന്നുണ്ടെന്നും അവരുടെ നിർദ്ദേശം ചർച്ച ചെയ്യുമെന്നും അൻവർ പറഞ്ഞു. ഇന്നലെ രാവിലെ UDF-ലേക്കില്ലെന്നും മത്സരിക്കാൻ പണമില്ലാത്തതിനാൽ മത്സരിക്കുന്നില്ലെന്നും പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്ന നിലയിൽ അൻവറിന്റെ പ്രതികരണം. PV അൻവറിനെ കൂടെ കൂട്ടാൻ വ്യക്തിപരമായി ശ്രമിക്കുമെന്ന് KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ. അൻവർ വരാൻ തയ്യാറായാൽ കൂടെ നിർത്തും. അദ്ദേഹം UDF-നൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ കരുത്തായേനെയെന്നും K സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് വരുന്നത് തനിക്ക് ശല്യം പോലെയാണ് തോന്നാറുള്ളതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇടയ്ക്കിടെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ വലിയ ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ തൃശൂരിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങി BJP. 3 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി എന്നാണ് വിവരം. സ്ഥാനാർത്ഥി നിർണയത്തിൽ ദേശീയ നേതൃത്വവുമായി ആലോചിച്ച് ഇന്ന് അന്തിമ തീരുമാനമുണ്ടാവും. പട്ടികയിലുള്ളത് പ്രാദേശിക BJP നേതാക്കൾ എന്നാണ് വിവരം. മുഖ്യമന്ത്രിക്കെതിരായ വധഭീഷണിയിൽ പ്രതി വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി. പയ്യന്നൂർ സ്വദേശി അഭിജിത്ത് വിചാരണ നേരിടണമെന്നാണ് ഉത്തരവ്. മുഖ്യമന്ത്രിയെ കൊല്ലുമെന്ന ഭീഷണി സന്ദേശം ഗുരുതരമാണ്. ഇത്തരം സന്ദേശം അയക്കുന്നവർ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്നും സിംഗിൾ ബെഞ്ച് പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തെ പുകയില മുക്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പുകയില ഉപയോഗിക്കരുത്. ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ശക്തമായ ബോധവൽക്കരണമാണ് നടത്തുന്നത്. ആരോഗ്യവകുപ്പിന്റെ ആരോഗ്യം ആനന്ദം ജനകീയ ക്യാൻസർ ക്യാമ്പയിന്റെ ഭാഗമായി കൂടി പ്രചരണം നടക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. ലോക പുകയില വിരുദ്ധ ദിനം സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എറണാകുളം കാലടി പാലത്തിലെയും MC റോഡിലെയും അറ്റകുറ്റപ്പണികൾ നടത്താത്തത് പൊതുമരാമത്ത് വകുപ്പിന്റെ സമ്പൂർണ്ണ വീഴ്ചയെന്ന് റോജി M. ജോൺ MLA. കരാറുകാരൻ പിൻവാങ്ങിയ വിവരം 3 മാസം മുമ്പ് തന്നെ പൊതുമരാമത്ത് വകുപ്പിന്റെയും സർക്കാരിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായില്ലെന്നാണ് റോജി M. ജോണിന്റെ ആരോപണം. മുൻ മാനേജറെ മർദ്ദിച്ചുവെന്ന പരാതിയിൽ വിശദീകരണവുമായി നടൻ ഉണ്ണി മുകുന്ദൻ. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് വിപിൻ കുമാർ എന്ന വ്യക്തി തനിക്കെതിരെ ഉന്നയിച്ചതെന്ന് ഉണ്ണി മുകുന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാനേജർ എന്ന നിലയിൽ വിപിനുമായി തനിക്ക് ഔദ്യോഗികമായ ബന്ധം ഉണ്ടായിരുന്നില്ലെന്നും അനേകം സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നുവെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. KSFE ഹാർമണി ചിറ്റ്സ് മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. KSFE ഹാർമണി ചിറ്റ്സ്. ടോൾ ഫ്രീ നമ്പർ 1800-425-3455. Let's make this unforgettable. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഹൈദരാബാദിൽ നടന്ന ലോകസുന്ദരി മത്സരത്തിൽ 72ാമത് ലോകസുന്ദരിയായി തായ്ലൻഡിൽ നിന്നുള്ള ഒപാൽ സുജാത ചുങ്ശ്രീ തെരഞ്ഞെടുക്കപ്പെട്ടു. മത്സരത്തിൽ അവസാന 8-ൽ ഇടം പിടിക്കാതെ മിസ് ഇന്ത്യ നന്ദിനി ഗുപ്ത പുറത്തായി. മാംഗ്ലൂരു ആൾക്കൂട്ട കൊലപാതക കേസിലെ 2 പ്രതികൾക്ക് ജാമ്യം. വയനാട് സ്വദേശി അഷ്റഫിനെ തല്ലിക്കൊന്ന കേസിലെ 2 പ്രതികൾക്കാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കേസിൽ 21 പേരെയാണ് ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് സഹോദരൻ ജബ്ബാർ അറിയിച്ചു. ഇന്ത്യയുടെ നാരീശക്തിയെ വെല്ലുവിളിച്ച് പാകിസ്ഥാനിലെ ഭീകരവാദികൾ സ്വയം നാശം വിളിച്ചുവരുത്തുകയായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരർ ഇന്ത്യൻ സമൂഹത്തെ വിഭജിക്കാൻ ശ്രമിച്ചുവെന്നും ഇന്ത്യൻ ചരിത്രത്തിലെ ഭീകരതയ്ക്കെതിരായ ഏറ്റവും വലിയ വിജയകരമായ ഓപ്പറേഷനാണ് സിന്ദൂർ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. റാണി അഹല്യാബായ് ഹോൾക്കറുടെ 300ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഭോപ്പാലിൽ നടന്ന
മഹിളാ ശാക്തീകരണ മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് വിമാനം നഷ്ടമായെന്ന സൂചന നൽകി സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ. തുടക്കത്തിലെ നഷ്ടങ്ങൾ അതിവേഗം പരിഹരിച്ച് ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ പ്രഹരം ഏൽപ്പിച്ചു എന്ന് സംയുക്ത സൈനിക മേധാവി സിംഗപ്പൂരിൽ പറഞ്ഞു. എന്നാൽ ഇന്ത്യയുടെ 6 യുദ്ധവിമാനങ്ങൾ തകർത്തു എന്ന പാകിസ്ഥാൻ പ്രചാരണം കള്ളമാണെന്നും ജനറൽ ചൗഹാൻ വ്യക്തമാക്കി. അതേസമയം CDSന്റെ പ്രസംഗത്തിലെ തുടക്കത്തിലെ നഷ്ടം എന്ന പ്രയോഗം ആയുധമാക്കി രംഗത്ത് വന്ന കോൺഗ്രസ് ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രം അന്വേഷണ സമിതിയെ നിയോഗിക്കുമോ എന്ന് ചോദിച്ചു. അരുണാചൽ പ്രദേശിൽ കനത്ത മഴയെ തുടർന്ന് ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാർ അപകടത്തിൽപ്പെട്ട് 7 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചവരിൽ 2 സ്ത്രീകളും 2 കുട്ടികളും ഉൾപ്പെടുന്നു. വെള്ളിയാഴ്ച രാത്രി ഈസ്റ്റ് കെമങ് ജില്ലയിൽ ദേശീയപാത 13-ലായിരുന്നു സംഭവം. തമിഴ്നാട്ടിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ചെന്നൈ ഉൾപ്പെടെ സംസ്ഥാനത്തെ 17 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെള്ളക്കെട്ട്, ഗതാഗത തടസ്സം തുടങ്ങിയ നിരവധി വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തൽക്കാലം തമിഴ്നാട്ടിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നതാണ് ഉചിതം എന്നും അറിയിപ്പുണ്ട്. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 3395 എന്ന് റിപ്പോർട്ടുകൾ. ഏറ്റവും കൂടുതൽ ആക്റ്റീവ് കേസുകളുള്ള കേരളത്തിൽ 1336 കേസുകളാണ് ഉള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ ഒരു കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്കൂളുകൾ തുറക്കാനിരിക്കെ കോവിഡ് രോഗവ്യാപനം സംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് സുപ്രധാന അറിയിപ്പുമായി കർണാടക സർക്കാർ. കോവിഡ് രോഗലക്ഷണങ്ങളായ പനി, ചുമ, ജലദോഷം തുടങ്ങിയവ ഉണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കരുതെന്ന് സർക്കാർ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. ഉത്തരാഖണ്ഡിൽ റിസോർട്ടിലെ റിസപ്ഷനിസ്റ്റായിരുന്ന 19-കാരി അങ്കിത ഭണ്ഡാരി കൊല്ലപ്പെട്ട കേസിൽ കോടതി വിധിക്കെതിരെ യുവതിയുടെ മാതാപിതാക്കൾ. കീഴ്ക്കോടതിയുടെ വിധിയിൽ തൃപ്തരല്ലെന്നും പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കണമെന്നും അതിനായി പോരാട്ടം തുടരുമെന്നും അങ്കിതയുടെ മാതാപിതാക്കൾ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേസിൽ റിസോർട്ട് ഉടമയും 2 ജീവനക്കാരനും ഉൾപ്പെടെ 3 പ്രതികളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു. വെള്ളിയാഴ്ച കോട്ടാറിലെ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കർണാടകയിൽ നിരവധി വിവാദങ്ങളിൽപ്പെട്ട ഡി രൂപ IPSന് ഒടുവിൽ പ്രമോഷൻ. IG പോസ്റ്റിൽ നിന്ന് ADGP പോസ്റ്റിലേക്ക് പ്രമോഷൻ നൽകി. സസ്പെൻഷനെ തുടർന്ന് ഇവരുടെ പ്രമോഷൻ തടഞ്ഞുവച്ചിരിക്കുകയായിരുന്നു. IAS ഉദ്യോഗസ്ഥയായ രോഹിണി സിന്ദൂരിയുടെ സ്വകാര്യ ചിത്രങ്ങൾ പുറത്തുവിട്ടതിന് രൂപ മുമ്പ് അച്ചടക്ക നടപടി നേരിട്ടിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ പോസ്റ്റിന് മറുപടിയായി പങ്കുവച്ച വീഡിയോയിൽ മതനിന്ദ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് പൂനെയിലെ നിയമവിദ്യാർത്ഥിനി അറസ്റ്റിൽ. നിയമവിദ്യാർത്ഥിനിയായ ശർമിഷ്ഠ പനോലിയെ ആണ് കൊൽക്കത്ത പോലീസ് വെള്ളിയാഴ്ച രാത്രി ഗുരുഗ്രാമിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ശർമിഷ്ഠ പനോലിയുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഒരു പ്രത്യേക സമുദായത്തിലെ അംഗങ്ങളുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്നാണ് കേസെന്ന് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ ലോകജല സംഘടനയുടെ ആസ്ഥാനം റിയാദിൽ പ്രവർത്തനം ആരംഭിച്ചു. അംഗരാജ്യങ്ങൾ ലോകജല ചാർട്ടിൽ ഒപ്പുവെച്ചു. റിയാദിലാണ് ഒപ്പുവെക്കൽ ചടങ്ങ് നടന്നത്. ഇതോടെ അന്തർദേശീയ പങ്കാളിത്തത്തോടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് സൗദിയിൽ തുടക്കം കുറിച്ചു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ പ്രശംസ പിടിച്ചുപറ്റി ഉമ്മുൽ ഖുവൈൻ ഫെഡറൽ പ്രൈമറി കോടതിയിലെ ജഡ്ജി ഹമീദ് അൽ അലി. ഒരു പ്രവാസി കുടുംബത്തോട് കാണിച്ച മനുഷ്യത്വപരമായ ഇടപെടലിനാണ് ഇദ്ദേഹം ഷെയ്ഖ് മുഹമ്മദിന്റെ പ്രശംസ പിടിച്ചുപറ്റിയത്. വിസ കാലാവധി കഴിഞ്ഞിട്ടും റെസിഡൻസി വിസ പുതുക്കാൻ കഴിയാതെ വന്ന പ്രവാസി കുടുംബത്തിനാണ് ഇദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ പുതുജീവിതം ലഭിച്ചത്. അമേരിക്കയിൽ 31 ടൺ തേനീച്ചക്കൂടുകളുമായി എത്തിയ ലോറി മറിഞ്ഞ് ഏകദേശം 2.5 കോടി തേനീച്ചകൾ രക്ഷപ്പെട്ടെന്ന് റിപ്പോർട്ട്. പടിഞ്ഞാറൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് സംഭവം. 31,751 കിലോ തേനീച്ചക്കൂടുകൾ വഹിച്ചുകൊണ്ടുവന്ന വാണിജ്യ ട്രക്കാണ് മറിഞ്ഞത്. ലിൻഡന് സമീപമുള്ള കനേഡിയൻ അതിർത്തിയോട് ചേർന്നാണ് സംഭവം. അടുത്ത വർഷം അവസാനത്തോടെ ചൊവ്വയിലേക്ക് ആളില്ലാ സ്റ്റാർഷിപ്പ് പേടകം വിക്ഷേപിക്കാനാണ് ലക്ഷ്യമെന്ന് സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക്. ഒടുവിൽ നടത്തിയ സ്റ്റാർഷിപ്പ് വിക്ഷേപണ പരീക്ഷണം പരാജയപ്പെട്ടെങ്കിലും റോക്കറ്റിന്റെ കാര്യത്തിൽ കമ്പനി ശുഭാപ്തി വിശ്വാസത്തിലാണ്. IPLൽ ഇന്ന് നടക്കുന്ന 2ാം ക്വാളിഫയറിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 7:30 2ാം ക്വാളിഫയർ പോരാട്ടം.
അതേസമയം ഇന്ന് അഹമ്മദാബാദിൽ 24% മഴ സാധ്യതയുണ്ടെന്ന weather.comന്റെ കാലാവസ്ഥാ പ്രവചനം ആരാധകരെ ആശങ്കയിലാഴ്ത്തുന്നതാണ്. ചാമ്പ്യൻസ് ലീഗ് കിരീടം ഒടുവിൽ സ്വന്തമാക്കി ഫ്രഞ്ച് ക്ലബ്ബ് PSG. മ്യൂണിക്കിലെ അലയൻസ് അരീനയിൽ നടന്ന ഫൈനലിൽ ഇറ്റാലിയൻ ക്ലബ് ഇന്റർ മിലാനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് PSG കപ്പിൽ മുത്തമിട്ടത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.